ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് സ്വീഡനിലെ ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. സ്വീഡനിലെ ഗ്രാമങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ശാന്തമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും പരമ്പരാഗതമായ ജീവിത രീതികൾ കൊണ്ടും പേര് കേട്ടവയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ മനോഹരമായ ഗ്രാമങ്ങളാണ് കേട്ടോ. മനോഹരമായ ഗ്രാമങ്ങൾ, തടാകങ്ങൾ, പിന്നെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, വനങ്ങൾ എന്നിവ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. വേനൽക്കാലത്ത് ഇവിടെ സൂര്യൻ അസ്തമിക്കാത്ത രാത്രികൾ ഗ്രാമങ്ങൾക്ക് വളരെയധികം ഭംഗിയാണ് കേട്ടോ കൊടുക്കുന്നത്. ശൈത്യകാലത്താണെന്നുണ്ടെങ്കിലോ വളരെ മഞ്ഞു മൂടിയ പ്രകൃതിയും നോർത്തേൺ ലൈറ്റുകളും കൊണ്ട് നിറഞ്ഞ ഈ ഗ്രാമങ്ങൾ കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇപ്പോഴും പല ഗ്രാമങ്ങളിലും കാണാം പരമ്പരാഗത തടികൾ ഉപയോഗിച്ചിട്ടുള്ള വീടുകൾ, പഴയ പള്ളികൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും വളരെയധികം കൃഷി ചെയ്യുന്നവരാണ് കേട്ടോ. അതുപോലെ മത്സ്യബന്ധനം ഇതൊക്കെ ഇവർ ചെയ്യുന്നവരാണ്. ഇതൊക്കെ ഇവരുടെ പരമ്പരാഗത തൊഴിലാണ്. ഇതൊക്കെ ഇവർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇവരുടെ ഈ ഗ്രാമങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഇവരുടെ പഴയ സംസ്കാരം, പാരമ്പര്യമൊക്കെ ഇവർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന്. അതിൻ്റെ നേർക്കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പല ഗ്രാമങ്ങളിലും അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് ഗ്രാമങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിന് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമുക്കറിയുന്ന ചില ഗ്രാമങ്ങളാണ് വിബി വില്ലേജ്, ഗാംല, ഉപ്സാല, സൈത്തൂന. ഇതൊക്കെ മനോഹരമായ ഗ്രാമങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പ്രകൃതിയെ അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് വളരെ ശാന്തമായിട്ട് പീസ്ഫുള്ളായിട്ടുള്ള ജീവിതശൈലികൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇതിൽ ഒരു സൈക്കിൾ സവാരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയേറെ നമുക്ക് എന്താ പറയുക, ഒരു കുളിർമ തരുന്ന അനുഭവമായിരിക്കും കേട്ടോ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഇവരുടെ പ്രാദേശിക ഭക്ഷണം എന്ന് പറയുന്നത് ഈ മത്സ്യം, മാംസമൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതലും. അത് വിട്ടൊരു കളിയില്ല. പിന്നെ ഒരുപാട് മറ്റേ സ്വീറ്റ്സ് കാര്യങ്ങൾ, അങ്ങനെ മറ്റുള്ള ഒരുപാട് ഫുഡ്സ്, കേക്കുകൾ, കേക്ക് ഐറ്റംസ്, പച്ചക്കറിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റുട്ടബാഗ എന്ന് പറയുന്ന സംഭവം. റുട്ടബാഗ ഇവർ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് റുട്ടബാഗ. പിന്നെ നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ സ്വീഡനിൽ. ഇവിടെ മദ്യം വിൽക്കുന്നതും അത് ഉപയോഗിക്കുന്നതും വളരെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇതിവിടെ മദ്യം വിൽക്കുന്നത് തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ ഇവിടെ മാത്രമാണ് കേട്ടോ. അല്ലാതെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലെ പോലെ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലോ അല്ലാതെ സാധാരണ ഷോപ്പുകളിലോ ലിക്കർ ഷോപ്പുകളോ അതൊന്നും ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ മാത്രമാണ് ഇത് അലൗഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളയിടത്തൊന്നും നമുക്ക് ആൽക്കഹോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് 0% ആൽക്കഹോളായിരിക്കും. സംഭവം ഒരു സർക്കാർ സ്ഥാപനത്തിലൂടെയാണ് വിൽക്കുന്നത് എങ്കിലും അതും ഉപയോഗിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരുണ്ട് അവർ. കാരണം എന്നിട്ട് ഇവർ അധികമായിട്ടുള്ള ടാക്സ് ചുമത്തിയിട്ട് അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിക്കുന്നത് കേട്ടോ. വളരെയധികം വിലയാണ് ഇവിടെ അതുകൊണ്ട് മദ്യത്തിന് വരുന്നത്.
പിന്നെ പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ അത് നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ മൊത്തത്തിൽ മദ്യപിക്കാൻ പാടില്ല. വാഹനം ഓടിക്കുമ്പോൾ കർശനമായിട്ട് നിരോധിച്ചുള്ള സംഭവമാണ് വാഹനം ഓടിക്കുമ്പോൾ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ചെറു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം തന്നെയാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വാങ്ങാനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ സർക്കാർ സ്ഥാപനത്തിലായാലും ചെല്ലുമ്പോൾ ഒരു ID കാർഡ് ചോദിച്ച് 18 വയസ്സിന് മുകളിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ അത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ അവർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ബോർഡർ ചെക്കിങ്. എൻ്റെ പൊന്നോ, നമ്മൾ 1.5 വർഷത്തോളമായിട്ട് ഇവിടെ ഈ സ്വീഡൻ റൂട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മറ്റുള്ള രാജ്യത്തിലൊക്കെ ബോർഡർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെക്കിങ് ഉണ്ടാവില്ല. നമ്മൾ ഒരാഴ്ചയിൽ തന്നെ 3-4 തവണ ഡെയിലി എല്ലാ ട്രിപ്പിലും ചെക്ക് ചെയ്യുന്ന ടൈമുകളുണ്ട്. അത്ര കർശനമാണ് ഇവിടുത്തെ ചെക്കിങ്. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഫൈനുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ച് വന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, വിളവെടുപ്പിനൊക്കെ ശേഷം അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണ് ഉഴുതു മറിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഏരിയയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഭംഗിയുള്ള ഗ്രാമങ്ങൾ പറഞ്ഞ സ്ഥലമൊന്നുമല്ല, ഇത് വേറൊരു ഏരിയ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ സ്റ്റേ ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ടൊരു ചെറിയ തടാകം പോലെ വരുന്നുണ്ട്, കണ്ടില്ലേ. ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ. നോക്കി എങ്ങനെയുണ്ട് ഈ ഹോം സ്റ്റേ, അടിപൊളിയല്ലേ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. ബൈ ബൈ.